ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു മൈ ടോക്സ് ഓൺലി മീഡിയ യൂട്യൂബ് ചാനൽ. ഇന്ന് ഈ ഒരു വേഷമൊക്കെ കിട്ടി വന്നിരിക്കുന്നത് നമ്മളുടെ ബോക്സിംഗ് സംബന്ധമായ ഒരു ഫിലിമിനെ കുറിച്ച് പറയാനായിട്ടാണ്. കാരണം ഈ കഴിഞ്ഞ ആഴ്ച, അതായത് ഈ കഴിഞ്ഞ വ്യാഴാഴ്ച ഏകദേശം 4 പടം ഇറങ്ങി. ഒരെണ്ണം തമിഴും 3 മലയാളം ഇറങ്ങി. എല്ലാം അത്യാവശ്യം നമുക്ക് കാണാൻ പ്രേരിപ്പിക്കുന്ന ആക്ടേഴ്സ് അഭിനയിച്ചേക്കുന്ന പടമാണ്. ഒന്ന് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മമ്മൂക്ക, നല്ല സ്റ്റൈലിഷ് ലുക്കിൽ വന്ന ബസൂക്ക. രണ്ടാമത്തത് നമ്മുടെ ബേസിൽ ജോസഫിന്റെ മരണമാസ്. മൂന്നാമത് നമ്മുടെ നസ്ലിന്റെ ആലപ്പുഴ ജിംഖാന. അതിൽ നസ്ലിൻ മാത്രമല്ല, അത്യാവശ്യം കുറെ ചെറുപ്പക്കാരായ ആ ഒരു നസ്ലിന്റെ സെയിം പ്രായത്തിലുള്ള ആക്ടേഴ്സ് കുറെ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുമ്പോൾ ഏത് പടം ആദ്യം കാണും എന്നുള്ളതിൽ ഞങ്ങൾ തെരഞ്ഞെടുത്തത് നസ്ലിന്റെ പടം, അതായത് ആലപ്പുഴ ജിംഖാന കാണാം എന്നാണ്. കാരണം എനിക്ക് കുറച്ച് ഇഷ്ടമാണ് ബോക്സിങ്. അപ്പോൾ നമ്മൾ ആദ്യം അത് കാണാം. പിന്നെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടപ്പോൾ അതിൽ തമാശ ഉണ്ടെന്നൊക്കെ മനസ്സിലായി. അപ്പൊ അത് പോയി കാണാം എന്നുള്ള രീതിയിൽ അത് പോയി കണ്ടു. പടം അടിപൊളി പടമാണ്. അടിപൊളി എന്ന് പറയുമ്പോൾ ഭയങ്കര സംഭവമൊന്നുമല്ല, ബോക്സിങ് കണക്റ്റഡ് ആയിട്ടുള്ള പടമാണ്. അത് അവര് സ്കൂളിൽ പഠിക്കുന്ന കുറച്ച് പിള്ളേര്, അത് പിന്നീട് അവർക്ക് അഡ്മിഷന് വേണ്ടി നമുക്ക് കായികപരമായിട്ട്, അതായത് എന്തെങ്കിലും സ്പോർട്സ് കോട്ടയിൽ കയറാം എന്നുള്ള രീതിയിൽ അവർ ബോക്സിംഗ് പഠിക്കാനായിട്ട് പോവാം എന്നുള്ള രീതിയിൽ അങ്ങനെ ബോക്സിങ്ങിലേക്ക് പോകുന്നതാണ്. ബോക്സിംഗ് എന്ന് പറയുമ്പോൾ മറ്റേ പ്രോ ബോക്സിംഗ് ഒന്നുമല്ല, അല്ലാത്ത ഒരു എന്താ പറയാ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ബോക്സിംഗ് പറയും. അതിനൊരു പേര് പറയും, ഞാൻ അത് ആക്ച്വലി മറന്നുപോയി. അപ്പോ അങ്ങനെയാണ് പടം പോകുന്നത്. അപ്പൊ ബോക്സിംഗ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കണ്ട ഫുൾ ഇടി മറ്റേത് മറിച്ച് അങ്ങനത്തെ പടമൊന്നുമല്ല. ഇടിയാണെങ്കിൽ തന്നെ അതും അതില് കോമഡി എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് നമ്മളെ ചിരിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു പടമാണ്. പിന്നെ ഇതിൽ എടുത്തു പറയാനുള്ളത് ഇതില് നസ്ലിന്റെ അഭിനയത്തെ കുറിച്ചാണ്. കാരണം നസ്ലിൻ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എന്താ പറയാ, നമ്മുടെ നസ്ലിന്റെ ഓരോ ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ പഴയ ദിലീപേട്ടന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അതുമല്ല, നസ്ലിൻ ആ ഒരു ഫിലിമിൽ ഒരു രംഗം കാണിക്കുന്നുണ്ട്. അപ്പൊ ആ രംഗം കാണിക്കുമ്പോൾ ദിലീപേട്ടൻ പണ്ട് കല്യാണരാമനിൽ കാണിച്ച ഒരു രംഗമാണ് ശരിക്കും നസ്ലിൻ ഇവിടെ കാണിക്കുന്നത്. പക്ഷെ ഇത് നസ്ലിൻ കാണിക്കുമ്പോൾ നമുക്ക് അതായിട്ട് കണക്ട് ആവുന്നുണ്ട്. ഏത് നമ്മുടെ കല്യാണരാമനിൽ ദിലീപേട്ടൻ അഭിനയിച്ച് വെച്ചേക്കുന്ന സാധനമായിട്ട് കണക്ട് ആണ്ട്. ഇത്ര വർഷമായിട്ട് നമുക്ക് അത് കണക്ട് ആണ്ട്. അപ്പൊ അതും നമ്മുടെ മനസ്സിൽ പതിഞ്ഞുണ്ട്. ആ സാധനം കറക്റ്റ് ഇതായിട്ട് നസ്ലിനും ഈ പടത്തിൽ കാണിക്കുന്നുണ്ട്. അതും നമുക്കൊന്നും ഒരു അതിൽ കാണിച്ച ദിലീപേട്ടന്റെ കോപ്പി അങ്ങനെ ഒന്നും സംബന്ധമൊന്നുമില്ല. അതൊരു ഒരു പുതുമ, അതായത് ആ പുതുമയല്ല, ആ ഒരു സാധനം ഭയങ്കര ഭംഗിയായിട്ടാണ് അവതരിപ്പിച്ചേക്കുന്നത്. അതൊക്കെ തന്നെയാണ് ശരിക്കും പറഞ്ഞ നസ്ലീൻ എന്നുള്ള ഒരു ആക്ടർ ഈ പടം ഒന്ന് ആലോചിച്ച് നോക്ക്. ആ ഒരു നസ്ലീനാണ് ഈ പടം ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നത് തന്നെ. പിന്നെ നസ്ലീനെ മാത്രമല്ല കേട്ടോ, നസ്ലിന്റെ കൂടെ അഭിനയിച്ചേക്കണ എല്ലാ പിള്ളേരും നല്ല, അവര് എനിക്ക് തോന്നുന്നു മത്സരിച്ചാണ് അഭിനയിച്ചേക്കണത്. അല്ലെന്നുണ്ടെങ്കിൽ അത് ഡയറക്ടറിന്റെ കഴിവ്. എനിക്ക് ഇന്നത് വേണം ആ രീതിയിലേക്ക്, അതായത് ഓരോ ആൾക്കാര് അവരുടെ മാക്സിമം അവരുടെ ഔട്ട്പുട്ട് ചെയ്ത് ഈ പടത്തിൽ ഇട്ടിട്ടുണ്ട്. അത്രയും നന്നായിട്ടാണ് ഇവർ അഭിനയിച്ചേക്കുന്നത്. അത്യാവശ്യം തമാശയും കാര്യങ്ങളെല്ലാം ഈ ബോക്സിങ്ങിന്റെ ഇടയിലാണെങ്കിലും എല്ലാത്തിലും കൂടി പോകുന്നുണ്ട്. പിന്നെ എന്താന്ന് വെച്ചാല് പടത്തിനെ കുറിച്ച് അങ്ങനെ മോശമായിട്ട് പറയാനായിട്ടൊന്നുമില്ല. പക്ഷെ എനിക്ക് ചെറിയൊരു പോരായ്മ തോന്നിയത് പടത്തിന്റെ അവസാനം ആയപ്പോഴാണ്. കാരണം വേറെ ഒന്നുമല്ല, ആ അവസാനം നമുക്ക് വേറൊരു രീതിയിലേക്ക് കൊണ്ടുപോകാമായിരുന്നു. അല്ലെങ്കിൽ കുറച്ചും കൂടി മെച്ചപ്പെടുത്തി ആ സ്റ്റോറി വേറൊരു രീതിയിലേക്ക് കൊണ്ടുപോയാൽ കുറച്ചും കൂടി ബെറ്റർ ആയാന് എന്ന് തോന്നി. കാരണം അവസാനം തീർന്നപ്പോ കഥ അതായത് അയ്യോ ഇത്രയേ ഉള്ളൂ, ഇങ്ങനെയാണോ എന്നുള്ളത്, അത്ര അവസാനത്തെ ഒരു ഭാഗം എനിക്ക് അത്ര തൃപ്തിയായില്ല. ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. പടത്തിന്റെ ഹാഫ് ടൈം ആയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞില്ല. അത്രയും നമ്മൾ അതിൽ മുഴുകിയിരിക്കണായിരുന്നു. ഹാഫ് ടൈം ആയപ്പോ ഹാഫ് ടൈം ആയോ, ഇന്റർവെൽ ആയോ എന്നുള്ള ഒരു സീനായിരുന്നു. അത്രയും നമ്മൾ ആ പടത്തില് ലയിച്ചിരിക്കണായിരുന്നു ഫസ്റ്റത്തെ ഇതില്. പിന്നെ അതേപോലെ തന്നെ ഈ പടത്തില് ഒരു ബോക്സിങ്ങിന്റെ ഒരു സംഭവമാണ് നടക്കുന്നത്. ബോക്സിങ് നടക്കുന്നതിന്റെ ഇടയിൽ അത് പറയുന്നില്ല, നിങ്ങൾ എല്ലാവരും പോയി കണ്ടു നോക്ക്. അതായത് ഫിലിമിന്റെ ഉള്ളിലും ആ ബോക്സിങ്ങിന്റെ സമയം അത് കഴിയുമ്പോഴേക്കും അതിന്റെ ഉള്ളിലുള്ള ആൾക്കാരും കൈയടിക്കും,
സെയിം ടൈം അവര് കൈയടിക്കണ പോലെ നമ്മളും കൈയടിക്കുക. അവിടെ ഇരിക്കുന്ന എല്ലാവരും, ഞങ്ങളുടെ ഒപ്പം കണ്ട എല്ലാവരും കൈയടിച്ചൊരു രംഗം അത്. അതായത് നമ്മൾ ഓട്ടോമാറ്റിക് നമ്മളും കൈയടിക്കും. അതിലെ ക്ലാപ്പ് കേട്ടിട്ടാണോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷന്റെ ആ രംഗെടുത്തേക്കൊണ്ടാണോ നമ്മളും സെയിം ടൈമിൽ നമ്മളും കൈയടിക്കും. അത്രയും ആ ഒരു ലെവലിലേക്ക് എന്താ പറയാ, ഇവരെല്ലാവരും നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ട് നമ്മളെ കൊണ്ട് കൈയടിപ്പിക്കുന്നുണ്ട്. അത് ആ ഒരു സിറ്റുവേഷൻ നമ്മൾ കൈയടിച്ചു പോകും. അത്രയും ഫീൽ ആയിട്ടാണ് ആ ഒരു ഭാഗം എടുത്തു വെച്ചേക്കുന്നതൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഫാമിലി പടമാണ്. ഒരിക്കലും ഇടി ആണ്, ബോക്സിംഗ് ആണ് എന്നൊക്കെ വിചാരിച്ച് ജിമ്മ് പരമായിട്ടുള്ളതാണെന്ന് വിചാരിച്ചൊന്നും ആരും കാണാതെ പോകണ്ട. അത്യാവശ്യം നല്ലൊരു ഫാമിലി പടമാണ്, നല്ല ഫാമിലി എന്റർടൈൻമെന്റ് മൂവിയാണ്. എല്ലാവരും പോയി കാണുക. പിന്നെ തിയേറ്ററിൽ തന്നെ മസ്റ്റ് ആയിട്ട് ഇത് പോയി കാണണം. കാരണം അതിന്റെ ഒരു സൗണ്ട് എഫക്റ്റും കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞില്ലേ കൈയടിക്കുന്ന രംഗമൊക്കെ, അത് നമുക്ക് അതിന്റെ ഉള്ളിൽ തിയേറ്ററിന്റെ ഉള്ളിൽ പോയി എല്ലാവരും കൂടി ഇരുന്ന് കണ്ട് ആ കൈയടിക്കുന്ന സാധനം അവിടെ പോയിരുന്നാൽ ആ ഒരു സാധനം കിട്ടുള്ളൂ. അല്ലാതെ ഒരിക്കലും OTT-ൽ ഇറങ്ങിക്കാനേ കിട്ടത്തില്ല. ഇതിന്റെ എനിക്ക് തോന്നിയ ഒരേ ഒരു പോരായ്മ അവസാനത്തെ കുറച്ച് ഭാഗമാണ്. പിന്നെ നമ്മുടെ ഗണപതി അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പാലും പഴവും കയ്യിലേന്തി എന്ന് പറഞ്ഞ് വന്ന ടീമാണ്. കിഡിലോട്ട് ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയിച്ചേക്കണല്ല, നല്ല സൂപ്പറാണ്. അതൊക്കെ ആദ്യം പറയാൻ പറ്റില്ല. നല്ല അടിപൊളിയായിട്ട് ക്യാരക്ടർ എല്ലാവരും ക്യാരി ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് ക്യാരക്ടർ ക്യാരി ചെയ്തിട്ടുണ്ട്. അതിൽ ഗണപതിയുടെ റോളും അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ പോയിരിക്കുന്നത്. പിന്നെ അവർ കൊണ്ടുപോയി നിർത്തിയേക്കണ നെക്സ്റ്റ് പാർട്ട് വരും എന്നുള്ള സീനിലൊക്കെയാണ് കൊണ്ട് നിർത്തിയേക്കുന്നത്, അറിയത്തില്ല. എനിവേ നല്ല മൂവിയാണ്, നിങ്ങളും പോയി കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഇതിൽ കമന്റ് പറയാം. കണ്ട ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് മൂവിയിൽ തോന്നിയത്, നിങ്ങൾക്ക് അവസാനത്തെ ഭാഗം ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മെച്ചപ്പെടുത്തണമെന്ന് തോന്നിയോ എന്നുള്ളത് കമന്റ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു മൂവി റിവ്യൂ ആയിട്ട് വരുന്നവരെ സൈനിങ് ഓഫ്.